ഇതാണ് എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് മീൽ എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണി ആവുന്നു. ഇപ്പോൾ 3 മണി ആവുന്നുണ്ട് ഇവിടെ. അതൊരു ബീഫ് സെർലോൺ സ്റ്റേക്കാണ് ഇത്. പിന്നെ കുറച്ച് ചീസ്, ഒരു അവക്കാഡോ, കുറച്ച് സാലഡ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈ സ്റ്റേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ? ശരിയെന്നാ, നിങ്ങൾ കണ്ടിട്ടോ, ഞാൻ കഴിച്ച് തീർക്കട്ടപ്പോഴത്തേക്ക്. ഞാൻ സാധാരണ സോൾട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇന്ന് കുറച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു മസാല ഉണ്ട്, അതും കൂടെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന്. പിന്നെ കുറച്ച് പിങ്ക് ഹിമാലയൻ സോൾട്ടും കൂടെ ഉണ്ട്. കൂടെ ഒരു അവക്കാഡോ ഉണ്ട്, കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് മസാല. അപ്പോൾ ഇതേ പാൻ ചൂടായിട്ടുണ്ടേ. ഒരു 1 സൈഡ് 8 മിനിറ്റ് അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ദേ അപ്പം ഞാനടുത്തൊന്ന് തിരിച്ചിടാൻ പോവുകയാണേ. കുറച്ച് ബട്ടർ എന്തായാലും ആഡ് ചെയ്യാൻ പോകാം കേട്ടോ ഉടനെ. ഞാൻ കുറച്ച് ബട്ടർ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഇടുകയാണേ. കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടേ, ബട്ടർ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 സൈഡ് 8 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തിരിച്ചിടാം. ഇത്രയും ആവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക്. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനതപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ എങ്ങനെയായാലും വെക്കണം, മിനിമം ഒരു 5 മിനിറ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന സ്റ്റേക്കിൻ്റെ ആ ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് സ്റ്റേക്ക് ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെൽഡണാണ് കുക്ക് ചെയ്തത്, പക്ഷെ വെൽഡണിൻ്റെ ലെവൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും കഴിച്ചു നോക്കാം. ഞാൻ കുറച്ച് ബാലൻസ് ഇരുന്ന ബട്ടറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കണേ. സാധനം പറ്റിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് കട്ടിയാണ്. നോർമൽ സ്റ്റേക്കിന് കുറച്ച് കട്ടിയുണ്ട് അതിന്. കുഴപ്പമില്ല.